SNDP യോഗം ചവറ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ശാഖായോഗങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടത്തി. SNDP യോഗം ചവറ യൂണിയന്റെ നേതൃത്വത്തിലാണ് 38 ശാഖായോഗങ്ങളിലും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചത്. രാവിലെ യൂണിയൻ ഓഫീസിൽ ജയന്തി ആഘോഷങ്ങൾ നടന്നു. പ്രസിഡന്റ് അരുണല്ലൂർ സഞ്ജയൻ, സെക്രട്ടറി കാരയിൽ അനീഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ചു. ഗണേഷ് റാവു, MP ശ്രീകുമാർ, ഓമനക്കുട്ടൻ, രഘു, കാർത്തികേയൻ, മുരളീധരൻ, ശോഭകുമാർ, മോഹൻ നിഖിലം, അംബിക രാജേന്ദ്രൻ, അപ്സര സുരേഷ്, റോസാനന്ദ്, ബിനു പള്ളിക്കോടി, സന്തോഷ് ഡീലേമുറി, സിബുലാൽ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയർ ഇന്ന് വളരെ ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ചവറ SNDP-യെ സംബന്ധിച്ചോളം ചവറ SNDP-യുടെ 38 ശാഖകളിലും വളരെ ദിവസങ്ങളായി കുട്ടികളുടെ കലാപരിപാടികൾ, ഗുരുദേവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്യപാരായണം, കീർത്തനാലാപനം, അങ്ങനെ തുടങ്ങിയ മത്സരങ്ങളും മറ്റും നടത്തിക്കൊണ്ട് വളരെ വിപുലമായാണ് 38 ശാഖകളിലും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 172ാമത്തെ ജയന്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 171ാമത് ജയന്തിയേക്കാൾ വ്യത്യസ്തം എന്ന് പറയുന്നത് 171ാമത് ജയന്തി വരെ ഇന്ത്യയിലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളായിരുന്നു ജയന്തി ആഘോഷിച്ചിരുന്നതെങ്കിൽ ഈ 172ാമത് ജയന്തി ലോകമെമ്പാടും ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ഒരാഴ്ച കാലം മുമ്പ് നിങ്ങൾ കണ്ടു കാണും, ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ഒരു പള്ളി വിലയ്ക്ക് വാങ്ങി ഗുരുദേവ ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് അവിടെ എല്ലാ ഞായറാഴ്ചയും മലയാളികളായ എല്ലാവരും ഒത്തുകൂടി പ്രാർത്ഥന നടത്തുന്നതും ഈ ഗുരുദേവ ജയന്തി വളരെ വിപുലമായി ആഘോഷിക്കുന്നതും. ഇന്നത്തെ പത്രത്തിൽ കണ്ട് UK ജയന്തി ആഘോഷിക്കുന്നു, ഖത്തറിൽ ആഘോഷിക്കുന്നു. അങ്ങനെ ഇന്ന് ഈ ജയന്തി ലോകമെമ്പാടുമുള്ള ശ്രീനാരായണൽ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ എടുത്തു പറയത്തക്ക കാര്യം, ശ്രീനാരായണ ഗുരുദേവന നവോത്ഥാന മൂല്യങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത മതേതര മാനവിക സംസ്കാരം പലവിധ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജയന്തി ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഗുരുദേവന്റെ ഏറ്റവും വലിയ വചനമായ ഏകജാതി, ഏകമത, ഏകദൈവം എന്ന ഏകവിശ്വാസം എന്ന നവ അദ്വൈത ദർശനം ലോകത്തിന്റെ വെളിച്ചമായി അംഗീകരിച്ചു കഴിഞ്ഞെങ്കിലും അത് പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് പൂർണ്ണതയിലെത്തിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഈ ഗുരുദേവ ജയന്തി ഊർജം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ചതയദിന ആശംസകൾ അർപ്പിച്ചു നിർത്തുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.